വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 CSEBയുടെ ജൂനിയർ ക്ലർക്കിൽ ചോദിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ വൈസ് അങ്ങനെ MCQ പോലെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. മുമ്പ് നമ്മൾ ഓരോ കോഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഓരോരോ ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോർപ്പറേഷൻ, ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സീരീസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കാണുക, എന്നിട്ട് പഠിക്കുക. ഇത് 2025 കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് മൊത്തമാണ് കേട്ടോ. അതായത് 5 ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഫെബ്രുവരി തൊട്ടിട്ടാണ് നമ്മുടെ ഈ എക്സാംസ് CSEBയുടെ എക്സാംസ് തുടങ്ങിയിരുന്നത്. 1059 ആദ്യത്തെ കോഡ് വന്നിട്ട് കേട്ടോ. അപ്പോൾ അത് തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നിങ്ങൾ MCQ പോലെ ചെയ്ത് നോക്കുക. ഞാൻ വായിച്ചതിന് ശേഷം ആൻസർ മാർക്ക് ചെയ്യുമ്പം നിങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുക, ഒരു ആൻസർ കണ്ടുപിടിച്ച് വെക്കുക കേട്ടോ. എന്നിട്ടത് ശരിയാണോ എന്ന് നോക്കുക. അപ്പോൾ ഈ വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിച്ചിട്ട് പോവാം കേട്ടോ. ഒരുമിച്ച് തന്നെ വരിക കേട്ടോ കൂടെ. അപ്പോൾ നോക്കാം. 2025 കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് 1059/2025 ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 25 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കാരണം അന്ന് നമ്മുടെ പഴയ ടോപ്പിക് വൈസ് ആയിരുന്നു ആൻസർ കണ്ടക്ട് ചെയ്തിരുന്നത് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. പിന്നീട് എല്ലാം ഒരു 15 ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മുടെ കോപ്പറേറ്റീവിൽ ഒന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ 15 മാർക്കും വളരെ വാല്യുബിളാണ് അല്ലേ. നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്നതാണ് കോപ്പറേറ്റീവ് ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും തീർച്ചയായിട്ടും പഠിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മെസ്സേജ് അയച്ച് ചോദിക്കുക. പിന്നെ കൂടാതെ ഇതിൻ്റെ PDF ആയിട്ടുള്ള നോട്ട്സും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോൾഡർ വൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ദ ഡീറ്റെയിൽസ് ഓഫ് ന്യൂലി എലക്റ്റഡ് കമ്മിറ്റി ഷാൾ ബി സെൻഡ് ടു ദ രജിസ്ട്രാർ, ഫിനാൻസിംഗ് ബാങ്ക് ആൻഡ് CCU by the dash of the society within a week of their taking charge. Question ഒന്നുകൂടി വായിക്കാം കേട്ടോ. The details of the newly elected committee shall be sent to the registrar, financing bank and CCU. 3 ആൾ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. 3 ആൾക്ക് ന്യൂലി എലക്റ്റഡ് കമ്മിറ്റി കയറിയാൽ രജിസ്ട്രാർ, ഫിനാൻസിംഗ് ബാങ്ക് ആൻഡ് CCU. ബൈ ദ ഡാഷ് ഓഫ് ദ സെക്രട്ടറി, ആരാണ് ചെയ്യേണ്ടതെന്നാണ്. വിത്തിൻ എ വീക്ക് ഓഫ് ദെയർ ടേക്കിംഗ് ചാർജ്, അവർ ചാർജ് ഏറ്റെടുത്തിട്ട് ആരാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആരാണ് ചെയ്യേണ്ടത്? സെക്രട്ടറി ആണോ, പ്രസിഡൻ്റ് ആണോ, പ്രിസൈഡിങ് ഓഫീസറാണോ, റിട്ടേണിംഗ് ഓഫീസറാണോ? ആരാണ് ചെയ്യേണ്ടത്? പ്രസിഡൻ്റാണ് ചെയ്യേണ്ടത് കേട്ടോ. പ്രസിഡൻ്റാണ് ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് വൺ, റൂൾ 181 ഓഫ് KCS റൂൾസ് റിഫേഴ്സ് ടു. ഓപ്ഷൻ എ ഡിസിപ്ലിനറി ആക്ഷൻ, ഓപ്ഷൻ ബി ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്, ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ്, ഓപ്ഷൻ ഡി പവർ ടു എക്സംപ്റ്റ് ഫ്രം റൂൾസ്. 2ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. പവർ ടു എക്സംപ്റ്റ് ഫ്രം റൂൾസ്. തേർഡ് വൺ, ഇഫ് എ സൊസൈറ്റി ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് does not enroll to the deposit guarantee scheme, the registrar shall restrain that society from accepting deposit. Any violation of such order shall liable to a fine of rupees. അതായത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സൊസൈറ്റികൾ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ അംഗമാകണം, എൻറോൾ ചെയ്യണം എന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യാത്ത സംഘങ്ങളെ രജിസ്ട്രാർ അവരെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്നും തടുക്കും. അത് ഒരു വയലേഷനാണ് അല്ലേ. അപ്പോൾ 94 ഒഫൻസസ് പ്രകാരം ഈ ഒഫൻസിനുള്ള ഫൈൻ എത്രയാണെന്നാണ് ചോദ്യം. 1000 ആണോ, 3000 ആണോ, 5000 ആണോ, 10000 ആണോ? 5000 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഷോൾ ഗീവ് ലോൺസ് ടു നോൺ മെമ്പേഴ്സ്. ആർക്കാണ് നോൺ മെമ്പേഴ്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക? ഓപ്ഷൻ എ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഓപ്ഷൻ ബി റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ സി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ആർക്കാണ് നോൺ മെമ്പേഴ്സിനും കൂടി ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ബി ഡൺ ബൈ. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? DCA ആണോ? അത് ഓഡിറ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിന് സെപ്പറേറ്റ് ഓഡിറ്റർ ഉണ്ടോ? ഓഡിറ്റിംഗ് ഫേം ആണോ? ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആണോ? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? DCA തന്നെയാണ് കേട്ടോ. ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് DCA ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാനേജിംഗ് കമ്മിറ്റി ഷോൾ സബ്മിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ് വിത്തിൻ ഡാഷ് ഓഫ് ഇറ്റ്സ് റിസിപ്റ്റ്.
അതായത് സെക്രട്ടറിയിൽ നിന്ന് മാനേജിംഗ് കമ്മിറ്റിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ എത്ര ദിവസത്തിനകം അത് സബ്മിറ്റ് ചെയ്യണം. റെസിപ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് സബ്മിറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 10 days ഉണ്ട്, 15 days ഉണ്ട്, 20 days ഉണ്ട്, 1 month ഉണ്ട്. എത്ര ദിവസത്തിനകമാണ്? അപ്പോൾ ഡേയ്സൊക്കെ നമുക്ക് ആകെ ഡേയ്സിൻ്റെ കളിയാണല്ലോ, അപ്പോൾ എല്ലാം ഓർത്ത് വയ്ക്കുക കേട്ടോ. 15 days ആണ് കേട്ടോ. 15 ദിവസത്തിനകമാണ് അവർ എന്ത് ചെയ്യേണ്ടത്, പിന്നെ ഓഡിറ്റിന് വേണ്ടി സമർപ്പിക്കേണ്ടത് കേട്ടോ. അത് അവരുടെ ഡ്യൂട്ടിയാണ്, മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. സെക്രട്ടറി തയ്യാറാക്കി കൊടുക്കുന്നു, പിന്നെ അവരാണ് ഓഡിറ്റർക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത്. ഡാഷ് ആൾ ഡയറക്ട് ദ സൊസൈറ്റി ടു സസ്പെൻഡ് ആൻ എംപ്ലോയി ഹു ഇൻഡൾജ് ഇൻ എനി മാൽ പ്രാക്ടീസ്. മാൽ പ്രാക്ടീസ് നടത്തിയ എംപ്ലോയിനെ സസ്പെൻഡ് ചെയ്യുന്നത് ആര് ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ്? ആരാണ് സൊസൈറ്റിയോട് ഡയറക്റ്റ് ചെയ്യുക ടു സസ്പെൻഡ് ദാറ്റ് ഇൻഡൾജ്ഡ് മാൽ പ്രാക്ടീസ് നടത്തിയ എംപ്ലോയിനെ? ഗവൺമെൻറ് ആണോ, DCA ആണോ, രജിസ്ട്രാർ ആണോ, അതോ ബോത്ത് B and C ആണോ? അതായത് DCAക്കും രജിസ്ട്രാർക്കും ഈ പവർ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരൊറ്റ ആൾക്കേ അത് പവറുള്ളൂ, അത് നമ്മുടെ രജിസ്ട്രാറാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഡാഷ് ഷാൾ ബി ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ്റെ കാലാവധി എത്രയാണ്? ഓംബുഡ്സ്മാൻ്റെ കാലാവധി എത്രയാണ്? ഓംബുഡ്സ്മാൻ്റെ കാലാവധി 3 വർഷം, 3 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഷോൾ ഹാവ് പവർ ടു മേക്ക് കംപ്ലൈൻറ്റ്സ് ബിഫോർ എ കോർട്ട് ഓഫ് ലോ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഒഫൻസസ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 2 to 7A വരെയുള്ളത്. 94 2 to 7A വരെയുള്ള ഒഫൻസസിന് കംപ്ലൈൻസിന് പവർ ടു മേക്ക് കംപ്ലൈൻറ്റ്സ് ബിഫോർ കോർട്ട് ഓഫ് ലോ. ആർക്കാണ് അതിന് അധികാരമുള്ളത്, ആർക്കാണ് അതിന് പവർ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രജിസ്ട്രാർ തന്നിട്ടുണ്ട്, ഓംബുഡ്സ്മാൻ തന്നിട്ടുണ്ട്, ഗവൺമെൻറ് തന്നിട്ടുണ്ട്, വിജിലൻസ് ഓഫീസർ ഉണ്ട്. 68A പ്രകാരം അപ്പോയിൻ്റ് ചെയ്യുന്ന വിജിലൻസ് ഓഫീസർ തന്നിട്ടുണ്ട്. അപ്പോൾ വിജിലൻസ് ഓഫീസർക്കാണ് ഈ ഒരു പവർ ഉള്ളത്. വിജിലൻസ് ഓഫീസർ ഷോൾ ഹാവ് പവർ ടു മേക്ക് കംപ്ലൈൻറ്റ്സ് ബിഫോർ എ കോർട്ട് ഓഫ് ലോ ഇൻ റെസ്പെക്ട് ഓഫ് ഒഫൻസസ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 2 to 7-4 വരെയുള്ള സെക്ഷൻ 94 പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സൊസൈറ്റി ഫയൽ ആൻ അപ്പീൽ അഗെയിൻസ്റ്റ് ആൻ ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ 83 പ്രകാരം ദ ഫീ ഫോർ ഫയലിംഗ് അപ്പീൽ ഷോൾ ബി. എത്ര റുപ്പീസാണെന്ന് വെച്ചാൽ ഈ ഫയൽ ചെയ്യാനുള്ള പൈസ തുക എത്രയാണെന്നാണ്. സൊസൈറ്റി ഫയൽ ആൻഡ് അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 83 പ്രകാരം അല്ലെങ്കിൽ ആസ് പെർ സെക്ഷൻ 83 പ്രകാരം ദ ഫീ ഫോർ ഫയലിംഗ് ദാറ്റ് അപ്പീൽ. എത്ര രൂപയാണ് അപ്പീലിന് ഫയൽ ചെയ്യേണ്ട രൂപ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10,000 ഉണ്ട്, 5,000 ഉണ്ട്, 3,000 ഉണ്ട്, 1,000 ഉണ്ട്. ഏതാണ് തുക? 5,000. Next question. If a society fails to affiliate to state cooperative union, such a society shall not be entitled to. അതായത് ഒരു സൊസൈറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലോ CCUലോ എന്തായാലും അഫിലിയേറ്റ് ചെയ്യണമെന്നാണല്ലോ, അതാത് ഘടന അനുസരിച്ചിട്ട്. അപ്പോൾ അഫിലിയേറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അതിൽ നിന്നും പരാജയപ്പെട്ടാൽ അത്തരത്തിലുള്ള സൊസൈറ്റിക്ക് എന്ത് ലഭിക്കില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ ഓഫേർഡ് ആസ് പെർ സെക്ഷൻ 106 അവൈൽ ദ സ്റ്റേറ്റഡ് ആസ് പെർ ദ ആക്ട്. എനി പ്രിവിലേജ് കൺഫേർഡ് ഓൺ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൾ ഓഫ് ദിസ് എന്നാണ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനി പ്രിവിലേജ് ലഭിക്കില്ല എന്നാണ് പഠിക്കേണ്ടത് കേട്ടോ. പ്രിവിലേജുകളൊന്നും ലഭിക്കില്ല, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അഫിലിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രിവിലേജസ് ലഭ്യമാകില്ല. ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് ഷാൾ ബി സബ്മിറ്റഡ് ടു. ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് ഷാൾ ബി സബ്മിറ്റഡ് ടു. ആർക്കാണ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് സബ്മിറ്റ് ചെയ്യുക? സെയിൽ ഓഫീസർ, സെയിൽസ്മാൻ, കളക്ടർ, രജിസ്ട്രാർ. നമുക്ക് ഓപ്ഷൻ തന്നെ വളരെ എളുപ്പത്തിൽ കൊടുത്ത കാരണം നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം അല്ലേ. ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് ഷാൾ ബി സബ്മിറ്റഡ് ടു സെയിൽ ഓഫീസർ, സെയിൽസ്മാൻ, കളക്ടർ, രജിസ്ട്രാർ. രജിസ്ട്രാറാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദ ട്രൈബ്യൂണൽ ഓർഡേർഡ് ടു രജിസ്റ്റർ ആൻഡ് അപ്പീൽ ദ സെക്രട്ടറി ഷോൾ രജിസ്റ്റർ ഇറ്റ് വിത്തിൻ. അതായത് ട്രൈബ്യൂണലിന് കംപ്ലൈൻറ്റ്സ് കിട്ടി, രജിസ്റ്റർ ചെയ്തു, അപ്പീലും കാര്യങ്ങളൊക്കെ കിട്ടി, അവരതൊക്കെ വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ ആരോട് ഓർഡർ ചെയ്യും? ട്രൈബ്യൂണൽ വേഗം സെക്രട്ടറിയോട് ഓർഡർ ചെയ്യും, രജിസ്റ്റർ ചെയ്യാൻ പറയും കേട്ടോ. എത്ര ദിവസത്തിനുള്ളിൽ അപ്പോൾ സെക്രട്ടറി ഈ ഓരോ കേസുകളും രജിസ്റ്റർ ചെയ്യണം എന്നാണ് ചോദ്യം. 2 weeks, 7 days, 10 days, 20 days. എത്ര ദിവസത്തിനകം എന്നാണ് പറയുന്നത് വെച്ചാൽ 7 daysനകം ആളത് രജിസ്റ്റർ ചെയ്തെടുക്കണം. പിന്നെയാണ് ഹിയറിങ്ങിനൊക്കെ വിളിപ്പിക്കുക കേട്ടോ.
നെക്സ്റ്റ് വന്നിട്ട് ഡാഷ് ആൾ നോട്ട് ബി എ മെമ്പർ ഓഫ് ഡിസിപ്ലിനറി സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ അംഗമാവാത്തതാരെന്നാണ് ക്വസ്റ്റ്യൻ. എനി മാനേജിംഗ് കമ്മിറ്റി മെമ്പർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവൺമെൻറ് നോമിനി. ആരാണ്? പ്രസിഡന്റ് ആണ് അംഗമാകാത്തത്. ഓക്കെ. ഓഡിറ്റ് ഫീ ഓഫ് എ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഓഡിറ്റിൻ്റെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലാണോ, ഗ്രോസ് ഇൻകം ആണോ, സെയിൽ പ്രൊസീഡ്സ് ആണോ? അതായത് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ്, പ്രൈമറി ആണ്. അപ്പോൾ അവർ എന്ത് ബേസിലായിരിക്കും ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് നോക്കിയിട്ടാണ് കേട്ടോ. സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ്. Audit fee of a primary consumer cooperative society is calculated on the basis of sale proceeds of goods. Next question. Registrar shall examine whether the application for registration complies with the provisions of. Registrar shall examine whether the application for registration കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ്. എവിടുത്തെ പ്രൊവിഷൻസ് കറക്റ്റ് ആണെന്നാണ് നോക്കുക. അതായത് രജിസ്റ്റർ ചെയ്യുമ്പം ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർ ഒന്ന് നോക്കുമല്ലേ, പരിശോധിക്കും. ഇതെല്ലാം ഈ പ്രൊവിഷൻസിൽ പറഞ്ഞിട്ടുള്ള പോലെയാണോ, എവിടുത്തെ പ്രൊവിഷൻസിൽ പോലെ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആക്ട് ആൻഡ് റൂൾസിൽ പറഞ്ഞിട്ടുള്ള പോലെ അല്ലേ, ആക്ട് ആൻഡ് റൂൾസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെയാണോ എന്ന് ആര് ടെസ്റ്റ് ചെയ്യും? രജിസ്ട്രാർ ടെസ്റ്റ് ചെയ്യും അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി ഷോൾ ടേക്ക് എ ഡിസിഷൻ അപ്പോൺ ദ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ വിത്തിൻ. അതായത് അഫിലിയേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി ഡിസിഷൻ എടുക്കുന്നത് എത്ര സമയപരിധിക്കുള്ളിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 45 days, 60 days, 90 days, 2 months. അതായത് അഫിലിയേഷൻ ആണ് കേട്ടോ. അഫിലിയേഷൻ്റെ സമയപരിധിയാണ് ചോദിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ അതിൻ്റെ സമയപരിധിയാണ് ചോദിച്ചിട്ടുള്ളത്. 45 days. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഓൾ ബി ദ അതോറിറ്റീസ് ഇൻവോൾവ് ഇൻ ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോ. അമെൻമെൻറ്റ് ഓഫ് ബൈലോയിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് അതോറിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ് അതിനുള്ള അതോറിറ്റി ഉള്ളത്? മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി ആണോ, ജനറൽ ബോഡി ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ആണോ, അതോ പ്രസിഡന്റ് ആൻഡ് രജിസ്ട്രാർ ആണോ, ജനറൽ ബോഡി ആൻഡ് രജിസ്ട്രാർ ആണോ? ആർക്കാണ് അതിനുള്ള അതോറിറ്റി ഉള്ളത്? ആർക്കാണുള്ളത്? രജിസ്ട്രാർ എന്തായാലും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അതോറിറ്റി ആർക്കുണ്ട്? ചെയ്യാനുള്ളത് ആരാ ചെയ്യുന്നത്? ജനറൽ ബോഡി കൂടിയിട്ടല്ലേ. സോ ജനറൽ ബോഡിയാണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ. ജനറൽ ബോഡിക്കും രജിസ്ട്രാറിനും. ഡാഷ് ഓൾ ക്ലാസിഫൈ ദ സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്. ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ആരാണ്? ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് രജിസ്ട്രാറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഈസ് ഡൺ ആസ് പെർ. ഏത് സെക്ഷൻ പ്രകാരമാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ എന്നത് വരുന്നത്? 33 കേട്ടോ. 33 അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ. 33 സെക്ഷൻ 33. ഇഫ് എ സൊസൈറ്റി വർക്കിംഗ് ഓൺ ലോസ് ഇറ്റ് ഷോൾ ബി റിവ്യൂഡ് ഇൻ ദ മീറ്റിംഗ് ഓഫ്. ആരുടെ മീറ്റിങ്ങിലാണ് റിവ്യൂ ചെയ്യേണ്ടത്? ആരുടെ മീറ്റിങ്ങിലാണ് റിവ്യൂ ചെയ്യേണ്ടത്? ഓഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങിലാണോ, രജിസ്ട്രാർ മീറ്റിങ്ങിലാണോ, ജനറൽ ബോഡിയിലാണോ, മാനേജിംഗ് കമ്മിറ്റിക്ക് മുൻപാകെയാണോ? എവിടെയാണ് റിവ്യൂ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ബോഡിയിലാണ് വെക്കേണ്ടത് കേട്ടോ. ലോസ് ആയി കഴിഞ്ഞാലുള്ള കാരണങ്ങളൊക്കെ ജനറൽ ബോഡിയിൽ വെക്കണം, റിവ്യൂ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ് മേ സമൺ എ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി ആസ് പെർ. സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. സെക്ഷനും റൂളും തന്നിട്ടുണ്ട് കേട്ടോ. ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ് മേ സമ്മൺ. ഒരു മീറ്റിംഗ് സമ്മൺ ചെയ്യാൻ, കമ്മിറ്റിയിലെ മീറ്റിംഗ് സമ്മൺ ചെയ്യാൻ, അത് ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ 30 സബ്സെക്ഷൻ 4 അത് പറയുന്നത് കേട്ടോ. സെക്ഷൻ 30 സബ്സെക്ഷൻ 4 അത് പറയുന്നുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഓൾ ഡയറക്ട് ദ സൊസൈറ്റി ടു മെയിൻറ്റെയിൻ സച്ച് ആൻഡ് സച്ച് ബുക്സ് ഫ്രം ടൈം ടു ടൈം. സച്ച് ആൻഡ് സച്ച് ബുക്ക് ധാരാളം ബുക്സ് പറയുന്നുണ്ട് അല്ലേ. അത് ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? സൊസൈറ്റീനോടെന്നാണ് ചോദിച്ചത്. ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ഇങ്ങനത്തെ സൊസൈറ്റിയിൽ ബുക്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത് ആരാണ്? സോൾ അതോറിറ്റി ആയ രജിസ്ട്രാർ തന്നെയാണ് സൊസൈറ്റീനോട് ഇന്ന ബുക്കുകളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. ഇഫ് എ കമ്മിറ്റി വിൽഫുള്ളി ഡിസൊബൈസ് ദ ലോഫുൾ ഓർഡേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ദാറ്റ് മേ ബി റീസൺ ഫോർ. അതായത്
വേണമെന്ന് വെച്ചിട്ട് രജിസ്ട്രാറുടെ ഓർഡേഴ്സ് ഡിസൊബേ ചെയ്യുക അല്ലേ, അനുസരിക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ കാരണം അതുമൂലം എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാവുക? സൂപ്പർസെഷൻ സംഭവിക്കുമോ? സർചാർജ് ആണോ, എൻക്വയറി ആണോ, ഇൻസ്പെക്ഷൻ ആണോ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കമ്മിറ്റീനെ സൂപ്പർസീഡ് ചെയ്യാണ് ചെയ്യുക കേട്ടോ, രജിസ്ട്രാർ പറഞ്ഞത് കേൾക്കാതിരുന്ന. നെക്സ്റ്റ്, among the board of directors of the Kerala State Cooperative Bank, dash board members shall be elected by Class A members of the Kerala State Cooperative Bank. among the board of directors, Kerala State Cooperative ബാങ്കിൽ നിന്നുമുള്ള board of directors ഡാഷ് ബോർഡ് മെമ്പേഴ്സ് ഷാൾ ബി എലക്റ്റഡ് ബൈ ക്ലാസ് എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എത്ര പേരെയാണ് ക്ലാസ് എ മെമ്പേഴ്സായിട്ട് തിരഞ്ഞെടുക്കുക ഡയറക്ടേഴ്സിൽ നിന്നും? അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് 15 പേരെയാണ് സെലക്ട് ചെയ്യുക കേട്ടോ. 15 ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, 15 പേരേനെ എന്തായി സെലക്ട് ചെയ്യും? ക്ലാസ് എ മെമ്പേഴ്സായിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ക്ലാസ് എ മെമ്പേഴ്സായിട്ട് സെലക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, 1060/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് കേട്ടോ. 26th question. The chief executive of a cooperative society has to prepare the financial statements within dash from the close of the financial year and submit before the managing committee, and the managing committee has to submit it to the auditors within dash from the date of receipt of the same. അതായത് 2 ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം, അതിനുശേഷം മാനേജിങ് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് ഓഡിറ്റേഴ്സിൻ്റെ മുമ്പാകെ എപ്പോൾ സബ്മിറ്റ് ചെയ്യണം. ഈ 2 ഡേയ്സും ചോദിച്ചിട്ടുണ്ട്, അതാണ് 2 ഡാഷ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേത് ഓപ്ഷനാണെന്ന് നോക്കാം. 15 ഡേയ്സും 1 മന്തും തന്നിട്ടുണ്ട്, 1 മന്തും 1 മന്തും തന്നിട്ടുണ്ട്, 1 മന്തും 15 ഡേയ്സും തന്നിട്ടുണ്ട്, 15 ഡേയ്സും 30 ഡേയ്സും തന്നിട്ടുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരിക? അപ്പോൾ ആദ്യത്തെ ഡാഷിൽ ഏതാ കൊടുക്കുക? 1 മന്തും, രണ്ടാമത്തെ ഡാഷിൽ 15 ഡേയ്സുമാണ് കേട്ടോ. അതായത് ചീഫ് എക്സിക്യൂട്ടീവ് 1 മന്തിനകം പ്രിപ്പയർ ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? സബ്മിറ്റ് ബിഫോർ ദ മാനേജിങ് കമ്മിറ്റി, ആൻഡ് ദ മാനേജിങ് കമ്മിറ്റി അഗെയിൻ സബ്മിറ്റ് ടു ദ ഓഡിറ്റേഴ്സ് ആഫ്റ്റർ 15 ഡേയ്സ്. ഈ 15 ഡേയ്സ് നകം അവർ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27. ഡാഷ് ഓഫ് ദ KCS Act 1969 ഡീൽസ് വിത്ത് എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ആൻ ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ആപ്കോസിലെ മെമ്പർ ആവാനുള്ള കണ്ടീഷൻസിന് എലിജിബിലിറ്റി കണ്ടീഷൻസ് പറയുന്നുണ്ട്. അല്ലെ, ആക്റ്റീവ് മെമ്പർ ആവാൻ എന്തെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ 16B ആണ് കേട്ടോ. സെക്ഷൻ 16B. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡിസ്കഷൻ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. നമ്മൾ ഈ സീരീസ് പോലെ ചെയ്തിട്ടുണ്ടല്ലോ ഡിസ്കഷൻ, ഓരോ കോഡ് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഫാക്റ്റ് അവിടെ നിന്ന് കിട്ടും. വിച്ച് സെക്ഷൻ ഓഫ് ദ KCS Act 1969 ഡീൽസ് വിത്ത് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിവൈവൽ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 57A ആണോ, E ആണോ, 58 ആണോ, 59B ആണോ റിവൈവൽ ഫണ്ടുമായി ബന്ധപ്പെട്ടത്? 57E ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എല്ലാ ഈ തരത്തിലുള്ള ഫണ്ടുകളും സ്കീമിനെയും കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ദ പേ ആൻഡ് അലവൻസസ് ഓഫ് ആൻ എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി ഫിക്സ്ഡ് ബൈ. ആരാണ് മിനിമം മാക്സിമം? എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ട് പേ ആൻഡ് അലവൻസസ്, എംപ്ലോയീസിൻ്റെ പേസും അലവൻസസും ആരായിരിക്കും തീരുമാനിക്കുക? ആർക്കാണ് അതിനുള്ള സോൾ അതോറിറ്റി ഉള്ളത്? ഗവൺമെൻറ്റിനല്ലേ, അവരല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് കേട്ടോ. ഓക്കെ, പേ ആൻഡ് അലവൻസസ് മാക്സിമം മിനിമം ഒക്കെ ഫിക്സ് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ടും ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. സെക്ഷൻ 59A എന്താണ്? സെക്ഷൻ 59A KCS ആക്ടിലെ സെക്ഷൻ 59A എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 59A എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അത് വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അതും ഏത് സെക്ഷനാണെന്ന് കേട്ടോ. അപ്പോൾ അത് രണ്ടും പഠിക്കുക. 59A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നും, വാല്യുവേഷൻ പ്രോപ്പർട്ടി തന്നാൽ 59A ആണെന്നും ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ സൂപ്പർസെഷൻ അണ്ടർ സെക്ഷൻ 32 ഓഫ് KCS ആക്ട്? അതായത് സെക്ഷൻ 32 സൂപ്പർസെഷൻ ആണ്. അതിലെ കാരണമല്ലാത്തത് നോട്ട് എ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോട്ട് എ റീസൺ. കാരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണമായത് ഏത് എന്നല്ല, കാരണമല്ലാത്തത് ഏത്. മേക്സ് പേയ്മെൻറ്റ് കോൺട്രാറി ടു ദിസ് ആക്ട് റൂൾസ് ബൈലോസിനെതിരായിട്ടുള്ള പേയ്മെൻറ്റുകൾ നടത്തുക. അതുപോലെ വിൽഫുൾ ഡിസൊബീഡിയൻസ്, എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് സെക്ഷൻ 76 പറഞ്ഞിട്ടുള്ളതൊക്കെ വിൽഫുള്ളായിട്ട് ഡിസൊബേ ചെയ്യുക. ഒരു സ്റ്റേൽമേറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഫങ്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, ഒരു ഭരണസ്തംഭനം വരിക
വിൽഫുള്ളി ഡിസൊബേസ് എനി ലോ ആൻഡ് ഓർഡർ, രജിസ്ട്രാറുടെ ലോ ആൻഡ് ഓർഡർ അനുസരിക്കാതിരിക്കുക. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് സൂപ്പർസെഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചത്, സൂപ്പർസീഡ് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ചോദിച്ചത് കേട്ടോ. ഏതാണ് ഉത്തരം വരുന്നത്? ഭരണസ്തംഭനം. ഭരണസ്തംഭനം വന്നു കഴിഞ്ഞാൽ സൂപ്പർസീഡ് ചെയ്യുകയല്ല ചെയ്യുക, ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റീനെയോ നിയമിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഭരണസ്തംഭനം വന്ന് അതാണ് ഈ സ്റ്റേൽമേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൂട്ടമായി രാജിവെച്ച് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ല. അപ്പോൾ ഒരു ഭരണസ്തംഭനം വന്നു, അപ്പോൾ വേഗം എന്ത് ചെയ്യും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീനോ അഡ്മിനിസ്ട്രേറ്ററോ നിയമിക്കുകയാണ് ചെയ്യുക, അല്ലാതെ സൂപ്പർസീഡ് ചെയ്യില്ല കേട്ടോ. മറ്റ് കാരണങ്ങൾ ബാക്കി പറഞ്ഞിട്ടുള്ള ഈ എയും ബിയും സിയും ഡിയും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സൂപ്പർസീഡ് ചെയ്യാൻ വേണ്ടി രജിസ്ട്രാർ ഉത്തരവിടുകയാണ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ഓർ ലീസിങ് ഓഫ് അസറ്റ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഷോൾ ബി മെയ്ഡ് വിത്ത് ദ പ്രയർ അപ്രൂവൽ. ആരുടെ പ്രയർ അപ്രൂവൽ വാങ്ങണം? പിന്നെ കൂടാതെ ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ആരിലായിരിക്കും റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ എപ്പോഴും അത് ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ അത് ജനറൽ ബോഡിയിലായിരിക്കും പാസ്സാക്കേണ്ടത്. അപ്പോൾ അവിടെ ജനറൽ ബോഡിയാണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ഫാക്ട് കിട്ടി. അപ്പോൾ 2 ഓപ്ഷനേ നിങ്ങൾക്കുള്ളൂ, എയും ബിയും മാത്രമേ ഉള്ളൂ. പിന്നെ രജിസ്ട്രാർ ആണോ ഗവൺമെൻറ് ആണോ നിങ്ങൾ തീരുമാനിക്കണം അല്ലേ. ട്രാൻസ്ഫറിങ് ഓഫ് ഫണ്ട്സ് ഓർ ലീസിങ് ഓഫ് അസറ്റ് ലീസ് കൊടുക്കുക, ലീസിന് കൊടുക്കുക, അതുപോലെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ട്? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആരുടെ പെർമിഷനാണ് വാങ്ങേണ്ടത് എന്നാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത്. ആരുടെ പെർമിഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനാണ് വാങ്ങേണ്ടത്. അപ്പോൾ ചിലയിടത്ത് രജിസ്ട്രാർ പെർമിഷനുണ്ട്, ചിലയിടത്ത് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ച് പഠിച്ചാൽ അത് കിട്ടും കേട്ടോ. നെക്സ്റ്റ്, ദ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ ടു ബി നീഡഡ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ യുവർ ഏരിയ. അതായത് ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എത്രയാണ് ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ? ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ പുതുതായിട്ട്, പുതിയ അമെൻമെൻറ്റിൽ ഷെയർ ക്യാപിറ്റൽ എത്ര വേണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? 1 lakh, 2,50,000, 3 lakh വന്നിട്ടുണ്ട്, 5 lakh വന്നിട്ടുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരിക? 2,50,000 കേട്ടോ. Every cooperative society having a net profit shall be set apart 5% such net profitൻ്റെ 5% ടു മിനിമം ആൻഡ് മാക്സിമം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കണം. അതിൻ്റെ മിനിമവും വേണം മാക്സിമം വേണം. മിനിമം ചോദിച്ചിട്ടുണ്ട്, മാക്സിമം ചോദിച്ചിട്ടുണ്ട്, 2 ഡാഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് 34ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് ഉത്തരമായിട്ട് വരിക? മിനിമം വേണം മാക്സിമം വേണം. മിനിമം 2,000, മാക്സിമം എത്രയാണ്? 1 lakh കേട്ടോ, അതായത് 1 ലക്ഷം. മിനിമം 2,000, മാക്സിമം 1 ലക്ഷമാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് റൂൾ 83 എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൂൾ 83 എന്താണ്? KCS റൂൾസിൽ റൂൾ 83 എന്താണ്? റൂൾ 83 അപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് സെയിൽ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇറഗുലാരിറ്റി ഓർ ഫ്രോഡ് എന്നറിയപ്പെടുന്നതാണ് റൂൾ 83 കേട്ടോ. അടുത്തത്, ദ റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി അപ്പോയിൻറ്റഡ് ഫോർ ദ എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് SCU. SCUവിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഓഫീസേഴ്സിൻ്റെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് ആരുമായി കൺസൾട്ട് ചെയ്തിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ദ റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി അപ്പോയിൻറ്റഡ് ഫോർ ദ എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ ബി ഡിസൈഡഡ് ബൈ ദ ഡാഷ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഡാഷ്. അപ്പോൾ 2 ഡാഷ് ഉണ്ട്, സോ 2 അതോറിറ്റി അവിടെ വരുന്നുണ്ട് കേട്ടോ. അത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആരായിരിക്കും ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോടാണല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇന്ന ഉത്തരം നമുക്ക് ഏകദേശം കിട്ടും. രണ്ടാമത് നമുക്ക് ആരെയായിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് ഡൗട്ട് വരാം, കാരണം 2 ആളും ഒരേപോലത്തെ പവറുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ഗവൺമെൻറ് ആണ്. കാരണം ഇത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണല്ലോ, അതുകൊണ്ട് SCU ആയതുകൊണ്ട് ഗവൺമെൻറ് ആണ് കേട്ടോ. സോ നോട്ട് ചെയ്യാം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനും ഗവൺമെൻറ്റുമാണ് വരിക. കാരണം ഇവിടെ ആരുടെ കുറിച്ചാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷൻ്റെ റാങ്ക് ഓഫ് ഓഫീസേഴ്സിനാണല്ലോ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് കേട്ടോ അവിടെ ഗവൺമെൻറ് ആണ് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇഫ് എനി അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റി റിമെയിൻസ്, എന്തെങ്കിലും കൊടുത്തു തീർക്കാത്ത ബാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് മേ ബി ഇൻവെസ്റ്റഡ് ഇൻ ഫിനാൻസിങ് ബാങ്കിലോ എവിടെയെങ്കിലും നിക്ഷേപിക്കാം. എത്ര വർഷത്തേക്ക് നിക്ഷേപിക്കാം എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. ആഫ്റ്റർ ദാറ്റ് ഇഫ് ദ എമൗണ്ട് റിമൈൻസ് ആൻഡ് അൺപെയ്ഡ് രജിസ്ട്രാർ ഹിസ് ഓൺ മോഷൻ, രജിസ്ട്രാർക്ക് സ്വയമേവയോ അല്ലെങ്കിൽ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ലിക്വിഡേറ്റർ വഴിയോ പാസ് ആൻ ഓർഡർ ടു ട്രാൻസ്ഫർ ദാറ്റ് എമൗണ്ട് ടു ഡാഷ്. ഏത് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നതാ 2 ഡാഷാണ് വന്നിട്ടുള്ളത്. ആദ്യം എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നെ ഏത് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹിസ് ഓൺ മോഷൻ പിന്നെ രജിസ്ട്രാർക്ക് ചെയ്യാമെന്നും നോക്കണം. ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ലിക്വിഡേറ്റർ വെച്ചും ഓർഡർ പാസ് ചെയ്യാം. ആ ഒരു പോയിൻറ്റും ഇവിടെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക.
അപ്പോൾ ഇതിൽ ഉത്തരമായി വരാവുന്നത് ഏത് ഓപ്ഷനാണെന്ന് നോക്കാം. 1 ഇയർ ഫിനാൻസിങ് ബാങ്ക് ഉണ്ട്, 3 ഇയർ ബാഡ് ഡെറ്റ് റിസർവ് ഫിനാൻസിങ് ബാങ്ക് ഉണ്ട്, 2 ഇയർ കോമൺ ലിക്വിഡേഷൻ ഫണ്ട് ഉണ്ട്, 3 ഇയർ റിസർവ് ഫണ്ട് ഓഫ് ദ നിയറസ്റ്റ്. വർഷം അറിയില്ലെങ്കിലും ഏത് ഫണ്ടിലേക്കാണ് മാറ്റുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിന് ഉത്തരം കണ്ടുപിടിക്കുക അല്ലേ. കാരണം ഫണ്ട് കോമൺ ലിക്വിഡേഷൻ ഫണ്ടാണ്, അത് എത്ര വർഷമാണ്? 2 വർഷമാണ്. അപ്പോൾ അത് കോമൺ ലിക്വിഡേഷൻ ഫണ്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റീസൺ ഓഫ് ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ആയിട്ട് ഇൻക്വയറിക്ക് അല്ലാത്തതാണ് കേട്ടോ. നോട്ട് എ റീസൺ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും. എ റിപ്പോർട്ട് ഓഫ് ദ DCA, an application made by majority committee members of the society, a report of the vigilance officer appointed under section 68A പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വിജിലൻസ് ഓഫീസർ, ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ഫിനാൻസിങ് ബാങ്ക് ഓഫ് ദ സച്ച് സൊസൈറ്റി. പണ്ട് ഇങ്ങനെ ഒരു റീസൺ, അതായത് ഇൻക്വയറിക്ക് കാരണമായിരുന്നു, പക്ഷേ ഇപ്പോൾ വിജിലൻസ് ഓഫീസർ ഇല്ല, കാരണം വിജിലൻസ് ഓഫീസർ ഒമിറ്റ് ചെയ്തു കേട്ടോ. വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഇൻക്വയറി കണ്ടക്ട് ചെയ്യാറില്ല എന്നാണ് പ്രൊവിഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരും ഓപ്ഷൻ സി ആണ്. റിപ്പോർട്ട് ഓഫ് ദ വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A ഒമിറ്റഡ് ആണ്. സോ അതിപ്പോൾ വേണ്ട ഇവിടെ. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ഷൻ ഫീസ് ടു ബി റിമിറ്റഡ് ബൈ CCU ഫോർ ദ ഇലക്ഷൻ ഓഫ് ദ കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ്. ഇലക്ഷൻ ഫീസ് ടു ബി റിമിറ്റഡ് ബൈ CCU, അവരുടെ കമ്മിറ്റി മെമ്പറുടെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഫീസാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ഷൻ ഫീസാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 1500 കേട്ടോ. റൂൾ 50A എന്താണെന്ന് ചോദിച്ചത്? റൂൾ 50A ഏതാണ്? ട്രെയിനിങ് പ്രോഗ്രാമാണ് കേട്ടോ. റൂൾ 50A ഏതാണ്? ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറായ 1067/2025 പഠിക്കാം കേട്ടോ. ഓക്കെ. ഡാഷ് മേ ബി ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ പെർമിറ്റ് എനി സൊസൈറ്റി ടു യൂട്ടിലൈസ് ഇറ്റ്സ് റിസർവ് ഫണ്ട് ഐദർ ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട് ഇൻ ദ ബിസിനസ് ഓഫ് സച്ച് സൊസൈറ്റി. അതായത് പൂർണ്ണമായോ അല്ലെങ്കിൽ പകുതിയോ, ഐദർ ഇൻ ഫുൾ അല്ലെങ്കിൽ പാർട്ട്, ആരുടെ എന്ത് വേണം? സ്പെഷ്യൽ ഓർഡർ ജനറൽ ഓർഡർ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. റിസർവ് ഫണ്ടിൻ്റെയാണ്. റിസർവ് ഫണ്ടിൻ്റെ പകുതിയോ അല്ലെങ്കിൽ എന്തോ മുഴുവനായോ ഉപയോഗിക്കണമെങ്കിൽ ആരോടാണ് സ്പെഷ്യലോ ജനറൽ ഓർഡറോ വാങ്ങേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആരോടാണ് വാങ്ങേണ്ടത്? ഗവൺമെൻറ്റിനോടാണ് കേട്ടോ വാങ്ങേണ്ടത്. ഗവൺമെൻറ്റാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഗവൺമെൻറ്റിനോട് പെർമിഷൻ വാങ്ങണം. പകുതിയോ മുഴുവനോ, ഫുൾ ഓർ ഇൻ പാർട്ട്, പകുതിയോ മുഴുവനോ, ഭാഗമോ മുഴുവനോ എന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ്, ദ റിപ്പോർട്ട് ഓഫ് ദ ഇൻസ്പെക്ഷൻ കണ്ടക്റ്റഡ് ബൈ സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു കൺസേൺഡ് സൊസൈറ്റീനെ അറിയിക്കണം വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഇൻസ്പെക്ഷൻ. ആ ഇൻസ്പെക്ഷന് വിത്തിൻ ഇത്ര ദിവസത്തിനകം, ഇൻസ്പെക്ഷൻ്റെ ഇത്ര ദിവസത്തിനകം എത്ര നാൾ മുമ്പേ അറിയിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് കേട്ടോ. കൺസേൺഡ് സൊസൈറ്റീനെ അറിയിക്കണം. അത് എത്ര ദിവസത്തിനകം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ദിവസത്തിനകമാണ്? 30 days, 30 ദിവസത്തിനകം കേട്ടോ. ഇഫ് എനി സൊസൈറ്റി ഫെയിൽസ് ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ, രജിസ്ട്രാർക്ക് ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഫെയിൽ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? ദ രജിസ്ട്രാർ ഷോൾ ഹാവ് ദ പവർ ടു ഇമ്പോസ് ഫൈൻ ചെലുത്തും. ഓക്കെ, അവരുടെ ക്ലാസിഫിക്കേഷനും കാറ്റഗറിയും നോക്കിയിട്ടാണ് ഫൈൻസ് ഈടാക്കുക. എല്ലാവർക്കും കോമൺ അല്ല, ഓരോരുത്തർക്കും ഓരോ ക്ലാസിഫിക്കേഷനും ഓരോ കാറ്റഗറി ആയിരിക്കുമല്ലോ, അതിനനുസരിച്ചിട്ടാണ് ആക്കാം. അപ്പോൾ അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് എക്സീഡിങ് 10,000 ആണ് കേട്ടോ. നോട്ട് എക്സീഡിങ് 10,000 rupees based on the classification and category of society. If any society fails to submit quarterly returns to the registrar in time, the registrar shall have the power to impose fine not exceeding 10,000 rupees based on the classification and category of society. Okay. Next question. Which section of the KCS Act 1969 specified about the power of registrar or government to deal with irregularities? എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ 68B ആണ് കേട്ടോ. 68B. Okay. Next question. The Cooperative Arbitration Court shall pass an award within on receipt of dispute in accordance with the provisions of KCS Act and Rules 1969. Cooperative Arbitration Court award പാസ് ചെയ്യുന്ന ആ സമയപരിധിയാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര സമയത്തിനകം? Within 1 year. The appeal fees to be paid by an application filed by the registrar.
അണ്ടർ സെക്ഷൻ 85 ഓഫ് ദ KCS ആക്ട് 1969. അപ്പീൽ ഫീസാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് രജിസ്ട്രാർ ഫയൽ ചെയ്യുന്ന ആപ്ലിക്കേഷനിന്മേൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രാർ ഫയൽ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ അപ്പീൽ കൊടുക്കുമ്പം ഫീസ് ഇല്ല കേട്ടോ, നിരക്കില്ല, നോ ഫീസാണ് കേട്ടോ. ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല, രജിസ്ട്രാർ അല്ലേ, അതുകൊണ്ട് ഫീസ് വേണ്ട. ദ എലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഫോർ ദ എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി. ഇപ്പോൾ നേരത്തെ CCU ചോദിച്ചു, ഇത് SCUവിൻ്റെ എലക്ഷൻ ഫീസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. SCUവിൻ്റെ എലക്ഷൻ ഫീസ് അവിടെ 1500 ആയിരുന്നു, ഇവിടെ 7500 കേട്ടോ. അപ്പോൾ ആ ഒരു കോളം പോലെ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതൊന്ന് പഠിക്കണം കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ. ഇവിടെ നോട്ട് എ റീസൺ ആണ്. അപ്പോൾ നോട്ട് എ റീസൺ കുറേ നമ്മൾ കാണുന്നു, എല്ലാം നമ്മൾ നോട്ട് നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ സെക്ഷൻ 71 പറഞ്ഞിട്ടുള്ള വൈൻഡിങ് അപ്പ് അല്ലാത്ത കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ കുറയുക, ഫോൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റ് ഉണ്ടാവും. അതായത് ഇപ്പം ഇപ്പോൾ ചെത്തുതൊഴിലാളി യൂണിയൻ ആണെങ്കിൽ അവരിൽ ഇത്ര പേര് വേണം എന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ നമ്പർ കുറയാൻ പാടില്ല. ഓക്കെ, അതാണ് ഫോൾസ് ബിലോ പ്രിസ്ക്രൈബ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 25 കുറയാൻ പാടില്ല, അതും ഉണ്ട്. അതായത് നമുക്ക് 25 ആൾ വേണമല്ലോ, അപ്പോൾ അതിലും കുറയാൻ പാടില്ല. ദ സൊസൈറ്റി വർക്കിംഗ് ഓൺ ലോസ് കണ്ടിന്യൂസ്ലി ഫോർ മോർ ദാൻ 6 വർഷത്തിൽ കൂടുതൽ എന്താണ് സൊസൈറ്റി ലോസിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ സൊസൈറ്റി ഫെയിൽസ് ടു കമൻസ് ഇറ്റ് ബിസിനസ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ കഴിഞ്ഞ 6 മാസത്തിനകം ബിസിനസ് തുടങ്ങിയില്ല. നമ്പർ ഓഫ് ആക്ച്വൽ മെമ്പേഴ്സ്, അതാണ് നമ്മൾ പറഞ്ഞത്, നമ്പർ ഓഫ് ആക്ച്വൽ മെമ്പേഴ്സ് ഫാൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റിലും കുറയുക. അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്, പക്ഷെ ആ പറഞ്ഞിട്ടുള്ള വിഭാഗം കുറഞ്ഞു പോവുക. ഇതൊക്കെ ഒരു കാരണമാണോ? ഇതിലേതാണ് കാരണമല്ലാത്തത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. കാരണമല്ലാത്തത് ലോസ് ആയി എന്ന് വെച്ചിട്ട് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സൊസൈറ്റിക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം കൊടുക്കണം. എവറി ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ അണ്ടർ സെക്ഷൻ 85 പ്രകാരം ഉള്ള റിവ്യൂ ആപ്ലിക്കേഷനിൽ ഉള്ള ഫോം നമ്പറാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂവിനുള്ള ഫോം നമ്പർ അണ്ടർ സെക്ഷൻ 85 ഏത് ഫോം നമ്പറിലാണ്? ഫോം നമ്പർ 16. If an application for registration of a cooperative society is not disposed by the registrar within specified time, കറക്റ്റ് സമയത്തിനകം ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തില്ല, ദ ആപ്ലിക്കൻ മേ ഫയൽ, ഒരു റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യാം, ഒന്നെങ്കിൽ ഗവൺമെൻറ്റിന് മുമ്പാകെ അല്ലെങ്കിൽ രജിസ്ട്രാറിന് മുമ്പാകെ വിത്തിൻ എത്ര ദിവസത്തിനകം, ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് സച്ച് സ്പെസിഫൈഡ് പീരീഡ്, എത്ര ദിവസത്തിനകം കൊടുക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യാം, റെപ്രസെൻറ്റേഷന് സമയപരിധി പറയുന്നില്ല. ഓക്കെ, അതാണ് ഉത്തരം. നോ ടൈം ലിമിറ്റ്. റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യാൻ ഇത്ര നാൾക്കകം റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യണം എന്ന് എവിടെയും പറയുന്നില്ല. റെപ്രസെൻറ്റേഷൻ്റെ സമയപരിധി ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നാണ് ഉത്തരം കേട്ടോ. സെക്ഷൻ 70A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 70A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡസ് നോട്ട് കോപ്റ്റ് പേഴ്സൺസ് വിത്തിൻ, എത്ര മാസത്തിനകം കോപ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഫ്രം ദ ഡേറ്റ് ഓൺ ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത്ര നാൾക്കകം ചെയ്യണം എന്നാണ്. എത്ര നാൾ ചെയ്തില്ലെങ്കിൽ ഷോൾ ഹാവ് ദ പവർ ടു മേക്ക് നോമിനേഷൻസ് ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 28(1)G ഓഫ് ദ KCS ആക്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ് ആ പവർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? 6 മാസത്തിനകമാണ് പറയണത്, ഗവൺമെൻറ്റും രജിസ്ട്രാറും കേട്ടോ. ഓക്കെ, ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ആർക്ക് വേണമെങ്കിലാവും. ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ഷോൾ ഹാവ് ദ പവർ ടു മേക്ക് നോമിനേഷൻസ്. അവർ നോമിനേറ്റ് ചെയ്യും. ഇവർ ചെയ്തില്ലെങ്കിൽ, ഇവർ കോപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 6 മാസത്തിനകം ഇവർ കോപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. ആര് നോമിനേറ്റ് ചെയ്യും? ഒന്നെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ 28(1)G. ഓക്കെ, എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ വൈൻഡ് അപ്പ് എ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ സെക്ഷൻ 14AA ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ്. അവരുടെ എത്ര മെജോറിറ്റി എന്നാണ്, ജനറൽ ബോഡി മീറ്റിങ്ങിൽ എത്ര മെജോറിറ്റി വേണം എന്നാണ്. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ തന്നെയാണ്, വൈൻഡപ്പ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. തുടങ്ങാൻ എന്ന് പറയുന്നില്ല, വൈൻഡപ്പ് ചെയ്യാൻ എത്ര മെജോറിറ്റി വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈൻഡപ്പ് ചെയ്യാൻ അതിപ്പോൾ രണ്ടിനും ഒരു തന്നെയാണ് പറയണത്, സിമ്പിൾ മെജോറിറ്റി തന്നെ കേട്ടോ. ഓക്കെ, സിമ്പിൾ മെജോറിറ്റി തന്നെയാണ് പറയുന്നത്. സിമ്പിൾ മെജോറിറ്റി കൂടിയിട്ട് തന്നെയാണ് തീരുമാനിക്കുന്നത്. ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് മിൽമ RCMBU എവിടെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്? റൂളാണ് ചോദിച്ചിട്ടുള്ളത്. റൂള് 170A കേട്ടോ ചോദിച്ചിട്ടുള്ളത്.
ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് മിൽമയിലും RCMPയിലുമാണ്. ആ പോയിൻറ്റും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 59A നമ്മൾ പറഞ്ഞു നേരത്തെ വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി ഇതുപോലെ ചോദിച്ചില്ലേ, ആ സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 59A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും തീരുകയാണ്. ഇനി നമ്മൾ 1071/2025 കടക്കുകയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്, അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം കേട്ടോ. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡാഷ് മീൻസ് എ ക്ലോസ് അസസ്മെൻറ്റ് ഓഫ് ഓൾ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി including constitution, management and establishment, maintenance of books and accounts and other records, and internal control system of the society, and the extent to which its activities were useful in promoting the economic welfare of the members in accordance with the cooperative principle. അപ്പോൾ വളരെ വലുതാണ്. ഇത് അതേപോലെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ അല്ലേ, അതായത് ലോയുടെ ബുക്കിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ഓഡിറ്റാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ടീം ഓഡിറ്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണോ, പെർഫോമൻസ് ഓഡിറ്റ് ആണോ, കംപ്ലയൻസ് ഓഡിറ്റ് ആണോ. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് ഭാഗം വായിച്ച കുട്ടികൾക്ക് കിട്ടും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റാണ്. ഡെഫിനിഷൻസിൽ കൊടുത്തിട്ടുണ്ട്, അത് വലിച്ചു വാരി അതേപോലെ പ്രിൻറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പുതിയത് അമെൻഡ് ചെയ്ത് കയറ്റിയ കാരണം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ധാരാളം സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടെ വന്നതിന് ശേഷം, അമെൻമെൻറ്റ് വന്നതിന് ശേഷം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് യൂത്ത് കോപ്പറേറ്റീവിൻ്റെ എന്തെങ്കിലും. അതുകൊണ്ട് അത് നന്നായി ഒന്നെങ്കിൽ സെക്ഷനാവും ചോദിക്കാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്തിൻ 1 ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ പ്രവർത്തന പരിധി വന്നിട്ട്. അടുത്തത് ദ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം ഷെയർ ക്യാപിറ്റൽ ഫോർ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി ഷാൾ നോട്ട് ബി അപ്ലിക്കബിൾ ടു. അതായത് എല്ലാവർക്കും ഷെയർ ക്യാപിറ്റൽ വേണ്ട, കുറച്ച് ടീമിന് മാത്രമേ വേണ്ടൂ. അപ്പോൾ ആർക്കാണ് അപ്ലിക്കബിൾ അല്ലാത്ത കുറച്ച് വിഭാഗങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് രജിസ്ട്രേഷന് ഷെയർ ക്യാപിറ്റൽ നിർബന്ധിതമല്ലാത്ത ആൾക്കാർ. അപ്പോൾ അവരേതാണ് ചോദിച്ചുള്ളത്? PSCS ആണോ, PCARD ആണോ, ഫിഷറീസ് ആണോ, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണോ, ആരാണെന്ന്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നമുക്ക് കണ്ടെത്തിയാം. ഫിഷറീസ് ആണ് അല്ലേ. The share capital contribution or financial assistance to the subsidiary institution shall be met from dash of the society. സൊസൈറ്റിയുടെ എന്തിൽ നിന്നുമാണ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും അവർക്ക്, അതായത് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുമ്പം എവിടെ നിന്നാണ് കൊടുക്കുക എന്നാണ്. അപ്പോൾ ഇത് വളരെ ട്രിക്കി ക്വസ്റ്റൻ ആണ്. കാരണം നെറ്റ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്, ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ആ കറക്റ്റ് വാക്ക് ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ചാടി കയറി കറപ്പിച്ച നമ്മുടെ മാർക്ക് 1 മാർക്ക് സ്വാഹ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ. എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർക്ക് നോട്ട് ആപ്ലിക്കബിൾ ആണ്, നോട്ട് ചെയ്യുക. എക്സ്പെൽഷൻ നോട്ട് ആപ്ലിക്കബിൾ ആയ റീസൺ ആക്ടഡ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി അല്ലേ. ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ബൈലോസ് ഓഫ് ദ സൊസൈറ്റി. റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് ജനറൽ ബോഡി മീറ്റിംഗിൽ റെസൊല്യൂഷൻ പാസ്സാക്കി 2/3 മെജോറിറ്റി ഓഫ് വോട്ട് കിട്ടി. ഇതിലേത് കാരണം നോട്ട് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. എക്സ്പെൽഷന് നോട്ട് ആപ്ലിക്കബിൾ എന്ത് കാരണം കൊണ്ടാണ്? റെസൊല്യൂഷൻ പാസ്സാക്കി ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചുകൊണ്ടൊന്നും അതുകൊണ്ട് മാത്രം എക്സ്പെൽഷൻ നടക്കില്ല കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൾ നോട്ട് കെപ്റ്റ് ആണ് കേട്ടോ. ഓപ്പൺ ടു ഇൻസ്പെക്ഷന് വെക്കാത്തത് മെമ്പേഴ്സിന് ഫ്രീ ഓഫ് ചാർജ് ആയിട്ട് റീസണബിൾ ടൈമിൽ രജിസ്റ്റേർഡ് അഡ്രസ് ഓഫ് ദ സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്യാം. ഓപ്പൺ ടു ഇൻസ്പെക്ഷനുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അപ് ടു ഡേറ്റ് കോപ്പി ഓഫ് ദ ബൈലോസ് ഓൾറെഡി ഇൻസ്പെക്ഷൻ ഉള്ളതാണ്. ബാലൻസ് ഷീറ്റ് ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഉള്ളതാണ്. സമ്മറി ഓഫ് ഡിഫക്ട്സും ഉള്ളതാണ്. ഇല്ലാത്തത് നമ്മുടെ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ സൊസൈറ്റി അവിടെ പറയുന്നില്ല കേട്ടോ. ബാലൻസ് ഷീറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതില്ല, അതാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ക്യാൻ ഹോൾഡ് ഇൻ ആൻ UCB ഹാവിംഗ് RBI ലൈസൻസ് ഈസ് ലിമിറ്റഡ് ടു. RBI ലൈസൻസ് പ്രകാരം UCBക്ക് മാക്സിമം എമൗണ്ട് ഷെയർ ക്യാപിറ്റൽ മാക്സിമം എമൗണ്ട് എത്രയാണ് ഒരു ഇൻഡിവിജ്വൽ മെമ്പർക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5% ഓഫ് ദ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു ഇൻഡിവിജ്വലിന് മിനിമം അല്ല നോട്ട് മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ. 1 seat in the committee dash shall be reserved for the members having a deposit of 25% rupees and above എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ടൈപ്പ് സൊസൈറ്റീസിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് എന്നാണ്. ഓൾ സൊസൈറ്റീസിനുണ്ടോ അതോ പ്രൈമറി ക്രെഡിറ്റിന് മാത്രമാണോ, അർബൻ കോപ്പറേറ്റീവിനുണ്ടോ? പ്രൈമറി ക്രെഡിറ്റിനും ഉണ്ട്, UCBസിനും ഉണ്ട് കേട്ടോ. ഓക്കെ.
നെക്സ്റ്റ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ബി ഹെൽഡ് വിത്തിൻ എ പീരിയഡ് ഓഫ്, എത്ര പീരിയഡാണ് ചോദിച്ചിട്ടുള്ളത്? പീരിയഡ് 6 മാസത്തിനകമാണ് കേട്ടോ. സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം എന്ത് ചെയ്യണം? 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകമാണ് എന്ത് കൂടേണ്ടത്? ആനുവൽ ജനറൽ ബോഡി കൂടേണ്ടത്. എ പേഴ്സൺ നോമിനേറ്റഡ് ടു ദ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി അണ്ടർ സെക്ഷൻ 31 പ്രകാരം കമ്മിറ്റിയിലെ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പേഴ്സൺ, അയാൾക്കുള്ള ഒരു എന്താ പറയുക, റൈറ്റോ അല്ലെങ്കിൽ അധികാരമോ അങ്ങനെ എന്തെങ്കിലും, അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ 31 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതും നോട്ട് ചെയ്യണം കേട്ടോ. ഏതാണ് ഉത്തരം? ഷാൾ നോട്ട്, ആൾക്ക് ഡിസ്കഷൻ, നോ കോൺഫിഡൻസ് മോഷനിൽ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വോട്ട് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് ഷാൾ നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ വോട്ടിംഗ് ഫോർ ദ ഇലക്ഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സ് മത്സരിക്കുമ്പം, അതായത് ഓഫീസ് ബെയറേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷനിൽ വോട്ട് ചെയ്യാനും പറ്റില്ല, അയാൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ 31 അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി നോമിനേറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റി മെമ്പറുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾ ഓഫ് ദി എബോവ് ഇയാളെ സംബന്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, എ സൊസൈറ്റി ഷോൾ നോട്ട് സാങ്ഷൻ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എക്സീഡിങ് ദ IMBP ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാർ IMBP ഫിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് കൊടുക്കാൻ പാടില്ല. ആസ് പ്രൊവൈഡഡ് ഇൻ ദ ബൈലോയിലും പറഞ്ഞിട്ടുണ്ടാവും. ഫോർ എനി കോൺട്രവെൻഷൻ ഓഫ് ദിസ് പ്രൊവിഷൻ, ഈ പ്രൊവിഷനിൽ എന്തെങ്കിലും കോൺട്രവെൻഷൻ സംഭവിച്ചാൽ പണിഷ്മെൻറ്റിന് ലയബിളാണ്. ആർക്കാണ് പണിഷ്മെൻറ്റ് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ആർക്കാണ് പണിഷ്മെൻറ്റ് കിട്ടുക വെച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവിനും കിട്ടും, കമ്മിറ്റിക്കും കിട്ടും. 2 കൂട്ടരും അതിന് ബാധ്യസ്ഥരാണ് കേട്ടോ. അതായത് IMBP ഫിക്സ് ചെയ്ത് രജിസ്ട്രാർ പിന്നെ മാക്സിമം ബോറോയിങ് പവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പാടില്ല? ബൈലോയിലും പറഞ്ഞിട്ടുണ്ടാവും, അത് ബൈലോയിലും പ്രസ്താവിച്ചിട്ടുണ്ടാവും. അതിൻ്റെ മേലെ ഇത് മറികടന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവും കമ്മിറ്റിയും ബാധ്യതയുണ്ട്, പണിഷ്മെൻറ്റിന് വിധേയരാവാൻ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓൺ റെസിപ്റ്റ് ഓഫ് റെഫറൻസ് ഓഫ് എ ഡിസ്പ്യൂട്ട് ഷോൾ പാസ് ആൻ അവാർഡിൻ്റെ കാലപരിധി നമ്മളോട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഒരു എക്സാമിന്. വിത്തിൻ 1 year കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അവാർഡ് പാസ്സാക്കുന്നത് വിത്തിൻ 1 year. അടുത്ത ക്വസ്റ്റ്യൻ 68 ആയിട്ടുള്ളൂ കേട്ടോ. 85 ക്വസ്റ്റ്യൻ ഉണ്ടേ. മടുത്തെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണുക കേട്ടോ. മടുക്കാതെ നല്ല കുട്ടികളായിട്ട് കാണാൻ പറ്റണവർ അങ്ങ് കാണുക ഒറ്റ സ്ട്രെച്ചിന്. ഓക്കെ. ഡാഷ് ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ബി എ വുമൺ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് നമ്മുടെ പ്രൈമറി ആപ്കോസിൽ ആരാണ് ആ പദവി എന്നാണ്. ആ പദവിയിൽ ഒരു വുമൺ ഇരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് പദവിയിലാണ്? പ്രസിഡൻ്റ് ആണോ, വൈസ് പ്രസിഡൻ്റ് ആണോ, പ്രസിഡൻ്റ് ആൻഡ് വൈസ് പ്രസിഡൻ്റ് ആണോ, അത് പ്രസിഡൻ്റ് ഓർ ദ വൈസ് പ്രസിഡൻ്റ് ആണോ? ആൻഡ് ഓറും പറഞ്ഞത് ഒന്നെങ്കിൽ 2 ആളോ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ 2 വുമൺ ആയിരിക്കണമെന്നാണ്. ആൻഡ് 2 വുമൺ ആയിരിക്കണമോ, ഏതെങ്കിലും ഒരാൾ വുമൺ ആയാൽ മതിയോ? അങ്ങനെയൊന്നുമില്ല അല്ലേ. ആര് വുമൺ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ്. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഓർ ദ വൈസ് പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ആൻഡ് ദ വൈസ് പ്രസിഡൻറ്റ്. നല്ല ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പ്രസിഡൻറ്റ് ഓർ ദ വൈസ് പ്രസിഡൻറ്റ് കേട്ടോ. ഓക്കെ. അടുത്തത്, എവറി സൊസൈറ്റി ഹാവിങ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹1000 ആൻഡ് എബവ് ഷോൾ സിറ്റ് എപ്പാർട്ട് ഫ്രം സം കാൽക്കുലേറ്റഡ് അറ്റ് 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ കോൺട്രിബ്യൂഷൻ ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് അതായത് നെറ്റ് പ്രോഫിറ്റ് 1000 അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിക്ക് മാക്സിമം എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് പറയണത്. മാക്സിമം 1 lakh കേട്ടോ. മാക്സിമം 1 lakh. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്റർ or the administrative committee may be ratify or deny any such membership by the elected committee within. അതായത് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എൻറോൾ ചെയ്ത മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ പുതിയൊരു കമ്മിറ്റി എലക്ട് ചെയ്ത് വരുമല്ലോ. അപ്പോൾ അവർ എത്ര നാൾക്കകം തീരുമാനം എടുക്കണം എന്നാണ്. ഒന്നെങ്കിൽ അവർക്കത് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ആ മെമ്പർഷിപ്പ് അംഗീകരിച്ച് തുടരാം, അവരെ തന്നെ മെമ്പേഴ്സ് ആക്കാം. അല്ലെങ്കിൽ ഈ മെമ്പേഴ്സിന് എങ്ങനെയാണ് അവർ മെമ്പർഷിപ്പ് കൊടുത്തതെന്ന് പറഞ്ഞ കാരണം കാണിച്ച് അവരെ പുറത്താക്കാം, അല്ലെങ്കിൽ അവരെ ഡിനൈ ചെയ്യാം, തടയാം. അത് എത്ര നാൾക്കകം ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവർ ചാർജ് എടുത്ത് 1 വർഷത്തിനകം അങ്ങനെ ചെയ്യണം കേട്ടോ.
എ പീരിയഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് അസ്യൂമിങ് ചാർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള 1072/2025 2-7 പിന്നെ കാറ്റഗറിയുള്ള ബാങ്കുകൾ ഉണ്ടായിരുന്നില്ലേ, അവിടേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് 29-ാം തീയതി ഒരു എക്സാം കൂടി ഉണ്ട് തോന്നുന്നു അല്ലേ? ജൂനിയർ ക്ലർക്ക് 29-ാം തീയതി എക്സാം ഇല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കുട്ടികൾ, അതായത് കുറച്ച് കുട്ടികളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, കുറച്ച് കുട്ടികളൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, 1072 നമുക്ക് വേഗം ഒന്ന് പഠിച്ചിട്ട് പോകാം. 15 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം. എവറി എലക്റ്റഡ് ഓർ കോപ്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ അറ്റൻഡ് ദ ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാം റൂൾ 50A നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾ 50A ഓഫ് KCS റൂൾസ് 1916 വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് എലക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എവറി എലക്റ്റഡ് ഓർ കോപ്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഷോൾ അറ്റൻഡ് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം ആസ് പെർ റൂൾ 50A വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് എലക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 1 year ആണ് കേട്ടോ. ദ എലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ CCU. CCUവിൻ്റെ എലക്ഷൻ ഫീസ് എത്രയാണ്? നമ്മൾ ഓൾറെഡി ചോദിച്ചതാണ് അല്ലേ? ഇല്ലേ? CCUവിൻ്റെയും SCUവിൻ്റെയും നമ്മൾ കണ്ടതാണ്. CCUവിൻ്റെ എലക്ഷൻ ഫീസ് 1500, SCUവിൻ്റെ 7500 കേട്ടോ. All cooperative society shall prepare and keep books of accounts and financial statement in the manner and form included in the audit manual prepared by. Audit manual prepare ചെയ്യുന്നതും അപ്രൂവ് ചെയ്യുന്നതും സംബന്ധിച്ച് എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ഉള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഇവരെ ഫൈനൽക്ക് വന്നത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. സ്പെഷ്യൽ ടീം ഓഫ് ഓഡിറ്റേഴ്സാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്രൂവ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണെന്നാണ് അവർ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോറി അങ്ങനൊരു സംഭവം ഇല്ല കേട്ടോ. സോറി, രജിസ്ട്രാറും ഗവൺമെൻറ്റുമാണ് കേട്ടോ. രജിസ്ട്രാറും ഗവൺമെൻറ്. കുറേ നേരം നമ്മൾ ക്ലാസ് തന്നെ വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ വായിക്കുമ്പോൾ എൻ്റെ തലയൊക്കെ തിരിഞ്ഞു പോയിട്ടുണ്ട്. ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷോൾ പ്രിപ്പയർ ആൻഡ് കീപ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ മാനർ ആൻഡ് ഫോം ഇൻക്ലൂഡഡ് ഇൻ ദ ഓഡിറ്റ് മാനുവൽ. ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ് ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? അത് അപ്രൂവ് ചെയ്യുന്നത് എന്നുണ്ട്. അപ്പോൾ എപ്പോഴും എല്ലാവരും സംശയം ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് മാനുവലെ സംബന്ധിച്ചിട്ട് പിന്നെ ഓഡിറ്റ് മാനുവൽ റിവ്യൂ ചെയ്യുന്നത് DCA ആണ് എന്നറിയാം. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഈ ആൻസർ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക, എപ്പോഴും കൺഫ്യൂസിങ് ആയി ചോദിക്കാറുള്ളതാണ്. രജിസ്ട്രാറാണ്. അപ്രൂവ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. രജിസ്ട്രാറാണ് ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത്, അപ്രൂവ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് കേട്ടോ. ചില സമയത്ത് DCA എന്ന് ഇവർ തന്നെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പം രജിസ്ട്രാറും ഗവൺമെൻറ്റും ആണ് പ്രസൻ്റ്ലി കൊടുത്തിട്ടുള്ളത്. സോ നന്നായി നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ഓൺ ദ എക്സ്പയറി ഓഫ് ദ പീരിയഡ് ഓഫ് ഡാഷ് ദ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് എ ലിക്വിഡേറ്റഡ് സൊസൈറ്റി മേ ബി ഡിസ്ട്രോയിഡ് ബൈ ദ ലിക്വിഡേറ്റർ ഓൺ ടേക്കിംഗ് ഓർഡേഴ്സ് ടു ദാറ്റ് എഫക്ട് ഫ്രം ദ രജിസ്ട്രാർ. എത്ര നാൾ എക്സ്പയറി, എത്ര പീരിയഡ് ബുക്സ് ഓഫ് റെക്കോർഡ് ലിക്വിഡേറ്റഡ് സൊസൈറ്റിയുടെ, അതായത് ലിക്വിഡേറ്റ് ചെയ്ത സൊസൈറ്റിയുടെ ഇയാൾ സൂക്ഷിച്ചു വെക്കണം ലിക്വിഡേറ്റർ, എന്നിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പാടുള്ളൂ. എത്ര നാൾ സൂക്ഷിച്ചു വെക്കണം? 3 years ആണ് കേട്ടോ. 3 വർഷം അയാൾ സൂക്ഷിച്ചു വെക്കണം, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലേ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫീസേഴ്സ് ഷോൾ ഹാവ് ദ പവർ ഓഫ് സിവിൽ കോർട്ട്. സിവിൽ കോർട്ടിൻ്റേതായ പദവിയുള്ള ആർക്കൊക്കെയാണ് ഉള്ളത്? ഒരുപാട് ആൾക്കാർക്കുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഓൾ ഓഫ് ദീസ് ആണ്. രജിസ്ട്രാർക്കുണ്ട്, ട്രിബ്യൂണലിനുണ്ട്, ആർബിട്രേറ്റർക്കുണ്ട്. ഇവർക്കൊക്കെ ആരുടെ പദവിൻ്റെ സിവിൽ കോർട്ടിൻ്റെ പവേഴ്സ് ഉണ്ട് പല സന്ദർഭങ്ങളിലും അല്ലേ? അടുത്തത്, നോ സൊസൈറ്റി ഷോൾ ഡു എനി ആക്ട് വിച്ച് ഈസ് നോട്ട് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് ബൈ ദ ബൈലോസ് ഓഫ് സച്ച് സൊസൈറ്റി വിത്തൗട്ട് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ്. അതായത് ഒരു സൊസൈറ്റിയും ബൈലോയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ആരുടെ പ്രീവിയസ് സാങ്ഷൻ വാങ്ങണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്? രജിസ്ട്രാറുടെ അല്ലേ? ഇവിടെ സോൾ അതോറിറ്റി ആളാണല്ലോ. അപ്പോൾ രജിസ്ട്രാർ പെർമിഷൻ വാങ്ങിയിട്ട് ബൈലോയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ബൈലോയുടെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈസ് നോട്ട് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് ബൈ ദ ബൈലോസ് ഓഫ് സച്ച് സൊസൈറ്റി വിത്തൗട്ട് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ. വിച്ച് സെക്ഷൻ ഓഫ് ദ KCS ആക്ട് റിപ്പീൽ ആൻഡ് സേവിങ്? റിപ്പീൽ ആൻഡ് സേവിങ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. 110 സെക്ഷൻ 110 റിപ്പീൽ ആൻഡ് സേവിങ് കേട്ടോ. നെക്സ്റ്റ്, എ പേഴ്സൺ മേ ഫയൽ ആൻ അപ്പീൽ ബിഫോർ, അതായത് രജിസ്ട്രാർ ഡിസിഷൻ മേൽ അപ്പീൽ പോകേണ്ടതാണ് കേട്ടോ. 76 പ്രകാരം പറയുന്നത്, എ പേഴ്സൺ മേ ഫയൽ ആൻ അപ്പീൽ ബിഫോർ ഡാഷ് എഗെയിൻസ്റ്റ് എനി ഡിസിഷൻ ഓഫ് ദ രജിസ്ട്രാർ. രജിസ്ട്രാർ 76 പ്രകാരം എടുത്ത ഒരു ഡിസിഷന് എതിരെ ആർക്കാണ് അപ്പീൽ പോകേണ്ടത്?
ആർക്കാ പോവുക? ട്രിബ്യൂണലിന് കേട്ടോ. ഡാഷ് ഷോൾ ബൈ ഓർഡർ ഫ്രെയിം യൂണിഫോം സർവീസ് റൂൾസ് ആൻഡ് കണ്ടക്ട് റൂൾസ് ഫോർ ദ എംപ്ലോയീസ് ഓഫ് എനി ക്ലാസ് അല്ലെങ്കിൽ ഓൾ ക്ലാസ്, ഏത് ക്ലാസ്സിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ യൂണിഫോം സർവീസ് റൂൾസും കണ്ടക്ട് റൂൾസും എംപ്ലോയീസിൻ്റെ കേട്ടോ ആരായിരിക്കും? ഗവൺമെൻറ് അല്ലേ? സാലറി തീരുമാനിക്കുന്ന പോലെ തന്നെ ഇതും ഗവൺമെൻറ് തന്നെയാണ് കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിസ്സലേനിയസ് സൊസൈറ്റീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തതാണ് കേട്ടോ. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്, നോട്ടാണ് കേട്ടോ. ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഓൺലി ഫ്രം മെമ്പേഴ്സ്, മെമ്പേഴ്സിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പാടൂ. നോ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ഫ്രം നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ, അതൊക്കെ ആണ് കേട്ടോ. ഓൾ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് സ്കീമാറ്റിക് അത് കൊടുക്കാൻ പാടില്ല കേട്ടോ. മിസ്സലേനിയസ് അങ്ങനെ കൊടുക്കാൻ പാടില്ല. സ്കീംസ് ലോൺസോ അഗ്രികൾച്ചറൽ ലോൺസോ ഇല്ല. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, 80 ഉത്തരമായിട്ട് വരിക. ഓൾ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് സ്കീമാറ്റിക് ലോൺസ് ഇഷ്യൂഡ് ടു മെമ്പേഴ്സ്, അതതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല, പ്രത്യേകത അല്ല. ആരുടെ? മിസ്സലേനിയസ് സൊസൈറ്റീസിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തേക്ക് കടന്നിരിക്കുകയാണ്. 5 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ നമുക്ക് കേട്ടോ. An application for registration of a cooperative society shall be disposed by the registrar within dash days from the date of receipt of the application. അപ്ലിക്കേഷൻ കിട്ടി എത്ര ദിവസത്തിനകം രജിസ്ട്രാർ ഡിസ്പോസ് ചെയ്ത് കൊടുക്കണം? രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ കിട്ടിയിട്ട് എത്ര നാൾക്കകം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഡിസ്പോസ് ചെയ്ത് കൊടുക്കേണ്ട കാലാവധിയാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്പോസ് ചെയ്യേണ്ടത് വിത്തിൻ 60 days ആണ് കേട്ടോ. എ മെമ്പർ അഡ്മിറ്റഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എലക്ഷൻ ഷോൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു വോട്ട്. അതായത് ഒരു എലക്ഷന് എത്ര ദിവസം മുന്നേ എടുത്ത വ്യക്തിക്ക് വോട്ടില്ല? 60 days തന്നെ അവിടെയും. 60 ദിവസം മുമ്പേ എടുത്ത ആൾക്ക് വോട്ടില്ല. ഓഡിറ്റ് ടീം മീൻസ് ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ DCA ആസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ. ഏത് സെക്ഷനിലാണ് ഓഡിറ്റ് ടീമിനെ കുറിച്ച് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 63-9 പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. 63-9 പറയുന്ന സബ്സെക്ഷൻ 9 പറയുന്നത് ഓഡിറ്റ് ടീം മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ DCA ആസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ 63-9 ഓഫ് ദ KCS ആക്ട് 1969. സെക്ഷൻ 96 ഓഫ് ദ KCS ആക്ട് 1969 സ്പെസിഫൈഡ് അബൌട്ട്. സെക്ഷൻ 96 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സെക്ഷൻ 96 അഡ്രസ് ഓഫ് എ സൊസൈറ്റി. സെക്ഷൻ 96 ഏതാണ്? അഡ്രസ് ഓഫ് എ സൊസൈറ്റി. സെക്ഷൻ 96 ഓഫ് ദ KCS ആക്ട് 1969 സ്പെസിഫൈഡ് അബൌട്ട് ദ അഡ്രസ് ഓഫ് എ സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്വാറം ഓഫ് ദ ജനറൽ ബോഡി ഫോർ ദ ജനറൽ ബോഡി മീറ്റിംഗ്. SCUവിൻ്റെ ക്വാറത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. SCUവിൻ്റെ ക്വാറത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 20 or 1/4 ഓഫ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് യൂണിയൻ വിച്ച് എവർ ഈസ് ലെസ്. അതാണ് ക്വാറം കേട്ടോ. ദ ക്വാറം ഫോർ ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ ബി 20 or 1/4 ഓഫ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ നമ്മുടെ 85 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ പഠിച്ചു പോകാം കേട്ടോ. ഇപ്പോൾ 2025 കോപ്പറേറ്റീവ് ലോ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു. ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മുടെ PYQ സീരീസിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പോയി കണ്ടു പഠിക്കുക ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഇത് MCQ പോലെ നിങ്ങൾ ചെയ്തു പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ ഫോം നമ്മുടെ ഗ്രൂപ്പിൽ പെയ്ഡ് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ച് ജോയിൻ ചെയ്യുക കേട്ടോ. 500 രൂപയാണ്. 6 months ആണ് വാലിഡിറ്റി പറയുന്നത്. 6 months വാലിഡിറ്റി പറയുന്നു എന്നുള്ളൂ. നമ്മൾ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുന്നില്ല ആരേനും. ഓക്കെ, അപ്പോൾ 500 രൂപയാണ് കോഴ്സ് ഫീ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വേറെ ടോപ്പിക്ക് നമ്മൾ ബാങ്കിങ് കഴിഞ്ഞു, കോർപ്പറേഷൻ നമ്മൾ ചെയ്തു, കോപ്പറേറ്റീവ് ലോയും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അക്കൗണ്ടൻസി ഒക്കെ ചെയ്യാനുണ്ട്, നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ നന്നായി കണ്ട് പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്